നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നന്മയുടെ വസ്ത്രം നിറഞ്ഞ ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹരിതാപമാർന്ന ജീവിത മുഹൂർത്തങ്ങളുടെ ഒരു നേർക്കാഴ്ച, കാട്ടിലെ കൂട്ടുകാർ. എത്ര സുന്ദരമായ ഭൂമി, എന്ത് സുന്ദരമായ പ്രകൃതിയാണിത്. കവിത വരുന്നുണ്ടോ? എങ്ങനെ കവിത വരാതിരിക്കും? അത്രയ്ക്ക് മനോഹരമല്ലേ ഈ പ്രപഞ്ചം മുഴുവൻ. ഇവിടെ ജീവിക്കുന്നവർക്ക് എന്താ ഒരു സുഖം. ജീവിക്കുന്നവർ നല്ല പ്രവൃത്തികൾ ചെയ്യുമ്പോൾ പ്രകൃതിയും ജീവിതവും തുലനമാകുന്നു. ഓ, അതാർക്കോയിട്ടൊന്ന് താങ്ങിയതാണല്ലോ. അതെ, എനിക്കിട്ട് വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ, ഞാൻ ആരെയും ഉദ്ദേശിച്ചല്ല, ഓരോരോ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു അത് തീർച്ചയായിട്ടും എന്നെ ഉദ്ദേശിച്ചാണെന്ന്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനാണല്ലോ ഇതിൽ ഏറ്റവും കൂടുതൽ അലമ്പുണ്ടാക്കുന്നത്. അത് ഗംഭീർ സ്വയം തീരുമാനിക്കുന്നതല്ലേ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വഴക്കിടാതെ. അല്ല, പിന്നെ നല്ല രീതിയിൽ സംസാരിക്കുമ്പോ ഒരുമാതിരി നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. നിങ്ങൾ ഇങ്ങനെ വഴക്കിടാതെ. ഞാനൊന്നും മിണ്ടുന്നില്ല. അതെ, അതാ നല്ലത്. അല്ല പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാം, എല്ലാവരുടെയും വഴക്ക് തീരട്ടെ. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുക. ഈ വെള്ളത്തിന്റെ തണുപ്പും തണുത്ത കാറ്റും. ഞാനും കൂടെ. വായിക്കാൻ തന്നെ തോന്നുന്നില്ല. എന്താ ഇത്രമാത്രം പത്രത്തിലുള്ളത്? ഇത് കണ്ടോ, പ്രകൃതി ദുരന്തം. ഒരു പ്രദേശത്തുള്ള ആളുകൾ മൊത്തം ദുരന്തത്തിലാണ്. നോക്കട്ടെ, ഞാൻ മുഴുവൻ വായിച്ചു തീർന്നില്ലായിരുന്നു. സംഗതി ഭയങ്കര ഡേഞ്ചർ ആണല്ലോ. ഇനി ഇവരൊക്കെ എവിടെ പോയി താമസിക്കുമോ ആവോ. ശരിയാ, വീടില്ല, കൃഷിയിടമില്ല, എല്ലാം നശിച്ചു. പാവങ്ങള്. അതും ഭംഗിയുള്ള പ്രകൃതിയായിരുന്നു കേട്ടോ ഒരു കാലത്ത്. അല്ല മോട്ടു, ഗംഭീരെ, പഴയ വൈരാഗ്യം വെച്ച് സംസാരിക്കരുത് കേട്ടോ. ഞാൻ എന്ത് പറഞ്ഞ മോട്ടി പറയണത്? ഇവര് കാണുമ്പോ വീണ്ടും തുടങ്ങിയല്ലോ. ഒരു പ്രദേശം മുഴുവൻ നശിച്ച് പ്രശ്നമായി നിൽക്കുമ്പോ നമുക്ക് അവരോട് ഒരു അനുകമ്പയെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയണ്ടേ? അല്ലാതെ ചുമ്മാ ഇങ്ങനെ അടികൂടിയാൽ എങ്ങനെയാ? നിങ്ങളൊന്ന് മതിയാക്കും മോട്ടു. നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ കഴിയും. നിങ്ങൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കും, എന്നിട്ട് പോയി സഹായിക്കും. ഈ ഗംഭീർ എന്താ ഇങ്ങനെ പറയുന്നതൊന്നും മനസ്സിലാവാത്ത പോലെ? എത്രയും മനസ്സിലാക്കും. നിങ്ങൾ അധികം മനസ്സിലാക്കിക്കല്ലേ. നിങ്ങൾ ചർച്ച ഞാൻ പോവാ. എന്താ ഗംഭീർ പ്രകൃതി സ്നേഹികളോടൊപ്പം ഞാനില്ലേ നിങ്ങളായി നിങ്ങളുടെ പാടായി വന്നിരിക്കുന്നു. എന്നോടുള്ള വെറുപ്പ് നിങ്ങളോടും കാണിച്ചതാ. പറഞ്ഞത് ശരിയാ, പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ആ പാവങ്ങളുടെ കാര്യമാണ്. അതെ, വീടും കൃഷിയിടവും ഇല്ലാതെ അവരെങ്ങനെയാ ജീവിക്കുക? ഇനി ആ കാട് വിട്ട് വേറെ ഏതേലും കാട്ടിൽ പോകണം. അതന്നെ വഴി. എവിടെയൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരും എന്റെ ദൈവമേ. ഓർക്കുമ്പോ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അത്ര തന്നെ. അല്പനേരം നമുക്ക് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാം. വാ.
അങ്ങനെ എന്റെ അമ്മേ. സ്വസ്ഥായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയാ. ദൈവത്തിനല്ലാണ്ട് ആർക്കാ അതൊക്കെ പറയാൻ കഴിയാ. എന്നാലും ഈ മഴയും പുഴയൊക്കെ ദൈവത്തിന് ദാനാണെങ്കിലും ഇത്രയും കറുത്ത മഴ കൊണ്ട് നമ്മുടെ വീടും കൃഷിയും സ്വത്തുക്കളൊക്കെ നശിപ്പിച്ചില്ലേ? അത് നേരാ. ഇനി നമ്മൾ എങ്ങനെയാ ഇനിയുള്ള കാലം ജീവിതം മുന്നോട്ട് പോവാ? ഒക്കെ ദൈവം തീരുമാനിക്കും. ഈ കാണെങ്കിലും നമുക്ക് ഒരു ആശ്രയമായ മതിയായിരുന്നു. അതൊക്കെ ശരിയാവുന്നേ. തുണ മനസ്സിലായില്ലേ? പിച്ചക്കാരെങ്ങാനായിരിക്കൂ. നിങ്ങളെന്താ, നിങ്ങൾ ആരാണ് ഇവിടെ എന്തിനാ? ഞങ്ങളെ അഭയാർത്ഥികളാ. അത് പ്രകൃതി ദുരിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവരെ ഞങ്ങള് എന്തിനൊക്കെ വേണ്ടി പലഞ്ഞു നടക്കുക. അപ്പൊ ഇവരാണ് മൂട്ട് പറഞ്ഞ അഭയാർത്ഥികൾ. ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് കാലം ഇവിടെ കുറച്ചാള് ജീവിതത്തിൽ ധൈര്യമായിട്ട് വരെ മാത്രം. ഇവിടെ പറ്റില്ല. ഇവിടെ ഞങ്ങൾക്ക് തന്നെ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അല്ല പിന്നെ അതെ, ഇവിടെ ഞങ്ങൾ തന്നെ മുഖ്യമൊഴിയെ ജീവിക്കണം. അതിനിടയ്ക്ക് അഭയാർത്ഥികൾ കൂടി വന്നാൽ ആർക്കും ഏത് സമയത്ത് എന്തും സംഭവിക്കാൻ. കാട് വിടാതെ അയ്യോ പറഞ്ഞില്ലെന്നുണ്ട്. അതാ നല്ലത്. ഇവിടെ അടുത്തെങ്കിലും കണ്ടുപോകരുത് പറഞ്ഞില്ലെന്നുണ്ട്. ആ പിന്നെ ഞാൻ പോയി കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിക്കണ്ട. ഈ കാട് മുഴുവനേ ഞങ്ങൾ CCTV വെച്ചിട്ടുണ്ട്, മനസ്സിലാകണ്ട? പിന്നെ ഇതൊക്കെ ഞാൻ എത്ര മാത്രം കണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ബൈ. ഒറ്റയ്ക്ക് സംസാരിക്കുന്നത് വട്ടായോ? ഈ കണക്കിന് പോയി വട്ടാവും. കാര്യം പറ. അഭയാർത്ഥികള് നമ്മുടെ കാട്ടിലേ അഭയാർത്ഥി എന്താ പ്രകൃതി ദുരിതമുണ്ടായിരുന്നോ, വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നോ, ഉരുൾപൊട്ടി അടിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണ കുറ്റിപ്പറിച്ച് ഇറക്കിയിരിക്കണ്. ഓ മനസ്സിലായി. ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു. അതിനിപ്പോ ഗംഭീര നമുക്കെന്താ കുഴപ്പം? കിടന്ന് വ്യവസായ പരിപാടിയെ ഞാൻ സമ്മതിച്ചില്ലാട്ടാ. ഓ പാവങ്ങള്, അവരെങ്ങനെയെങ്കിലും എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് ജീവിച്ചു പോട്ടെന്ന്. പിന്നെ നമ്മളെങ്ങനെ ജീവിക്കും? നമ്മുടെ ജീവിതം തന്നെ ആരെങ്കിലും ഇങ്ങനെ പറ്റിച്ച് തട്ടിച്ച് വെട്ടിച്ച്. എന്താ ആലോചിക്കുന്നേ? എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു? തട്ടിപ്പ് വെട്ടിപ്പ് അതന്നെ കാര്യം പറ നീ. ഗംഭീർ വായു. നമുക്ക് ആദ്യം അവരെ കണ്ട് ഈ കാട്ടിൽ നിൽക്കാൻ പറയണം. അതൊക്കെ പറയാ. പണമുണ്ടാക്കാൻ ഒരു ഉഗ്ര വഴിയുണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലേ? ഓക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് ഗംഭീരേ. ദേ ഈ ഫോൺ നമുക്ക് ഉപകാരപ്പെടും. അറിയാം എന്തൊക്കെയാണ് ഈ സംഭവിക്കാൻ പോണെന്ന്. സമയം കളയാതെ തിരിച്ചു വിളിക്കാൻ വേഗം പോകാം. വേഗം നടക്ക്. തനിക്ക് ഇത്രയും വിവരം ബുദ്ധിയിട്ടതേ ഞാൻ സ്വപ്നത്തില് പോലും വിചാരിച്ചിട്ടില്ല. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അഭയാർത്ഥികളുടെ പേരും പറഞ്ഞ് 1000 മണികളാ പിരിഞ്ഞു വരുന്നത്. സമയം കളയാണ്ട് വല്ല ഫാസ്റ്റ് ഫുഡിലും കയറാൻ നമുക്ക്. എനിക്കാണ് ഈ വിശന്നിട്ട്. ഇത്രയും കാലം വിശപ്പൊന്നും ഇല്ലായിരുന്നോ? പപ്പീസ് പണം ഉണ്ടെങ്കിലല്ലേ വിശപ്പിനെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. അത് കറക്റ്റ്. നീ വന്നേ നല്ലൊരു ഫുഡ് അടിച്ചിട്ട് കാലായി. എന്നിട്ട് വേണം വീണ്ടും തുടങ്ങാൻ. പിന്നെ വണ്ടി ഫുഡൊക്കെ പെട്രോൾ അടിക്കണം, മനസ്സിലാവട്ടെ? എല്ലാം ഞാൻ ഏറ്റു. നീ വണ്ടി എടു. ഗംഭീറും പപ്പീസും നമ്മൾ വിചാരിച്ചതുപോലെ അല്ലാട്ടോ. അഭയാർത്ഥികൾക്ക് വേണ്ടി നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. എന്തായാലും അവര് ചെയ്യുന്ന നല്ല കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. ആ പറഞ്ഞത് ശരിയാ. നമ്മൾ പിരിച്ച പണവും അവരെ ഏൽപ്പിക്കണം. അവരെ എവിടെയാ പാർപ്പിച്ചിരിക്കുന്നതെന്ന് അറിഞ്ഞാ നമുക്കൊന്ന് പോവായിരുന്നു. അതിപ്പോ അവർക്കല്ലാണ്ട് മറ്റാർക്കും അറിയില്ലല്ലോ. നിങ്ങള് നമ്മളെ കാത്തിരുന്നങ്ങട് മടുത്ത തിരക്കിലായിരുന്നു. അഭയാർത്ഥികൾക്ക് വേണ്ട മരുന്ന് മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാനേ സിറ്റി വരെ പോയി. പപ്പീസ് എവിടെ ഗംഭീരേ? പപ്പീസ് അവരോടൊപ്പം. എനിക്ക് വേഗം പോണം. അധികം ആരില്ലെന്ന്
കുറച്ചധികം പണം സംഘടിപ്പിക്കണം. ഞങ്ങൾ അവർക്ക് ഒരു ഉഗ്രം വീട് വെച്ചു കൊടുക്കാനാ പ്ലാൻ. ഞങ്ങൾക്ക് കഴിയാവുന്ന രീതിയിൽ സഹായിക്കാൻ ഗംഭീരെ. അത് മതി. ഞാൻ പോട്ടെ. ബൈ. ബൈ. പപ്പീസ് നമുക്ക് കുറച്ച് അവർക്ക് കൊടുത്താലാ? ആർക്ക്? ആ അഭയാർത്ഥികൾക്ക്. പിന്നെ നമ്മള് കഴിച്ച് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. എനിക്ക് ഇതൊന്നും മുഴുവൻ തിന്നാൻ പറ്റണില്ല. എങ്ങനെ തിന്ന് തീർക്കും? ദിവസവും അത്രയ്ക്കല്ലേ കേറ്റുന്നത്. താനും മോശക്കാരനൊന്നല്ലട്ടാ, ഓർമ്മ വേണം. ദേ ഇങ്ങനെ കഴിച്ചാലേ വയറിനുള്ള അജീർണവും വരും. ഇനി അല്പം അഭയാർത്ഥികൾക്ക് കൊടുക്കാം നമുക്ക്. ആ പറഞ്ഞത് ശരിയാ, എനിക്കും അങ്ങനെ തന്നെ. നമുക്ക് ഇവിടെ സുഖമായി ഒന്ന് കിടന്ന് തുടങ്ങിയാലോ. എന്താ പറ്റിയത് നിനക്ക്? ഇത് ഇവിടുത്തെ പ്രശ്നമാണ്. ഈ ഗംഭീറിന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് ഈ കോവറേട്ടന്റെയും ലംബോചേട്ടന്റെയും കാരുണ്യം കൊണ്ടാ. മക്കളെ, നിങ്ങൾ നൽകിയ പണമെല്ലാം ഈ ഗംഭീറും പപ്പീസും ഭക്ഷണം കഴിച്ചും ദൂർത്തടിച്ചും തീർത്തു. പാവം വല്ലാതെ വയലന്റ് ആവുന്നു. പപ്പീസ് പകുതി വഴിക്ക് ഇവരിട്ടു പോവുകയും ചെയ്തു. ആ പപ്പീസ് ഗംഭീരം ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷെ ആപത്ത് സമയത്ത് അവൻ രക്ഷപ്പെട്ട് ഓടിക്കളഞ്ഞു. ബെസ്റ്റ് സുഹൃത്തുക്കള്. എന്റെ കോരേട്ടാ, സുഹൃത്തുക്കൾ നല്ലതല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ സ്നേഹിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും ഇല്ല. അത് സാറേ, അതാണ് സത്യം. നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവരെല്ലാം ഒരുപാട് പണം തിരിച്ചു ഇവരുടെ കയ്യിൽ കൊടുത്തു. പക്ഷേ നിങ്ങൾക്കത് നൽകാൻ ഇവർ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അതൊന്നും സാരല്ല സാറേ, ഗംഭീറിന്റെ അസുഖം കിട്ടുമ്പോ അതേ മതി. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. അമിത ഭക്ഷണമാണ് പ്രശ്നം. കുറച്ചു ദിവസം കഴിയുമ്പോ ശരിയാവും. ഗംഭീറിന്റെ മനസ്സിൽ കുറ്റബോധമുണ്ട്. ആത്മാവിൽ തട്ടിയുള്ള സംസാരമാണിത്. പാവം. കോരേട്ടാ, നിങ്ങൾ ചെല്ല്. ഇനി ഞങ്ങൾ ഇരുന്നോളാം. നിങ്ങൾ പോയി ഞങ്ങൾ അഭ്യർത്ഥികളല്ലേ, ഇനി നിങ്ങൾക്ക് ഞങ്ങളൊക്കെയുണ്ട്. ഏതാപത്തിലും സഹായിക്കാൻ. നല്ല മനസ്സ് നന്ദിണ്ട് സാറേ. ദൈവം ഓരോ സമയത്ത് നമ്മളെ പല രീതിയിൽ പരീക്ഷിക്കും. ഈ പരീക്ഷണങ്ങൾ മറികടന്ന് നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി ജീവിക്കുമ്പോൾ ദൈവം നമ്മെ സൗഭാഗ്യത്തിലേക്ക് നയിക്കും. ഹരിത പശ്ചാത്തലം കഴിഞ്ഞു. ഇനി വചന പശ്ചാത്തലത്തിൽ ഒരു കുഞ്ഞു വർത്തമാനം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ടിങ്കു, എന്നെ നോക്കാത്ത എന്നാ? എന്താ പറ്റിയേ? അത് ശരി. എന്താ കാരണം? എന്താ എന്നോട് പിണക്കാന്നോ? ചിലപ്പോ അങ്കിള് വഴക്ക് പറഞ്ഞാൽ തന്നെ ആയിരിക്കും അല്ലേ? ഇന്ന് ടിങ്കുവിന് വഴക്ക് പറയേണ്ടതായിട്ട് വന്നു. പിന്നെയോ? അത് ശരി. ടിങ്കുവിനോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? കൂട്ടുകാരെ, ചിലപ്പോൾ ടിങ്കുവിനെ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും. എന്താ കാരണം എന്നറിയോ? അത് ശരി. അപ്പോൾ കൂട്ടുകാരൻ എന്നോട് പണങ്ങില്ലേ? വെറുതെ ആവശ്യമില്ലാതെ ടിങ്കുവിനെ വഴക്ക് പറഞ്ഞു, അടിച്ചു എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരൻ എന്നോട് പണങ്ങത്തില്ലേ? ഞാൻ പറയും. അല്ല, ഇവരറിയണം. ടിങ്കുവിനോട് പല കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. ടിങ്കു എല്ലാം അനുസരിക്കും. പക്ഷേ
ഇന്നൊരു കാര്യം അനുസരിച്ചില്ല. നീ എന്തിനാ എങ്ങനെ വഴക്ക് വിടുന്നേ? ഞാൻ അവരോട് പറയട്ടെ. എന്താ അനുസരിക്കാത്ത കാരണം എന്നറിയാമോ? അവരൊന്നും അറിഞ്ഞോട്ടെ, കുഴപ്പമില്ല. ചിലപ്പം നമ്മുടെ കൂട്ടുകാർ ഇതുപോലെയൊക്കെ ചെയ്താലോ. ഓക്കെ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ചോക്ലേറ്റ്സ് എപ്പോഴും സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പം അങ്കിളാണ് അത് എടുത്ത് കൊടുക്കുക. അതെടുക്കാൻ ആർക്കും അനുവാദമില്ല. പക്ഷെ ടിങ്കു എന്ത് ചെയ്തെന്നറിയാമോ? എന്നാ നീ പറ. ഓ അത് ശരി, എൻ്റെ പെർമിഷൻ ഇല്ലാതെ എടുത്ത് കഴിച്ചു. പക്ഷെ അങ്കിളുടെ മനസ്സിലായി ടിങ്കു എടുത്തു എന്നുള്ളത്. ഞാൻ ചോദിച്ചു, ടിങ്കു എടുത്തോ? പക്ഷെ ഇവൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞു. അതെന്താ ടിങ്കു അങ്ങനെ പറഞ്ഞേ? കണ്ടോ, അങ്ങൾ തല്ലൂന്ന് വിചാരിച്ച് അവൻ നുണയും പറഞ്ഞു. അനുസരണക്കേട് കാട്ടി മാത്രമല്ല, അത് മൂടി വെക്കാനായിട്ട് ശ്രമിച്ചു. അത് നല്ല കാര്യമാണോ? നല്ല കാര്യമല്ല എന്ന് ഇവനറിയാം. പക്ഷേ അനുസരിക്കുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരൊക്കെയാണ് അനുസരിക്കേണ്ടത്? മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ അനുസരിക്കണം, മുതിർന്നവരെ അനുസരിക്കണം. ശരിയാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കണം നമുക്കറിയാം. പക്ഷേ യഥാർത്ഥത്തിൽ അനുസരണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ? പൂർണ്ണമായി അത് ചെയ്യുക, അത് നിവർത്തിക്കുക. അതാണ് അനുസരണം എന്ന് പറയുന്നത്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരിക്കുന്നത് ഏറ്റവും വലിയ യാഗമാണ്, ഏറ്റവും വലിയ കാര്യമാണ്. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു ആനയും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുണ്ടായിരുന്നു, ആനക്കുഞ്ഞുണ്ടായിരുന്നു. ആ ആനക്കുഞ്ഞിൻ്റെ പേര് ജംബോ എന്നാണ്. ജംബോ എന്ന് പറഞ്ഞ എന്താ ആനക്കുഞ്ഞിൻ്റെ പേര്? ഓക്കെ. അപ്പോൾ ഈ ആനയ്ക്ക് തൻ്റെ കുഞ്ഞിന് വളരെ ഇഷ്ടമാണ്. എപ്പോഴും ഈ ആനയോട് കൂടെ ഈ കുഞ്ഞിങ്ങനെ നടന്ന് പോകും. അമ്മ ഒഴിച്ചു കൊടുക്കുന്ന മുളയെല്ലാം ഈ കുഞ്ഞ് തിന്നും. ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ അമ്മ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ അമ്മ പറയും, മോനെ അവിടെ നമുക്ക് പോകാനായിട്ട് പാടില്ല, അത് ചതുപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്, എന്ന് പറഞ്ഞാൽ താണു പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ കുഞ്ഞു പറയും, അമ്മേ നമ്മൾ അവിടെ പോയാൽ എന്താ? അപ്പം അമ്മ പറയും, മോനെ അവിടെ നമുക്ക് പോകാൻ അനുവാദമില്ല, മോനെ ഒരിക്കലും അവിടെ പോകരുത്. നല്ല ഉപദേശമല്ലേ? പിന്നെ നല്ല ഉപദേശമാണ് ആ അമ്മ കൊടുത്തത്. പക്ഷെ ഒരു ദിവസം ഉണ്ടല്ലോ, ഈ കുഞ്ഞ് തനിയെ നടക്കാനായിട്ട് ഇറങ്ങി. അവൻ വിചാരിച്ചു, ഇപ്പം ഞാൻ വലുതായി, ഇനി എനിക്ക് തന്നെ ഭക്ഷണമൊക്കെ എടുക്കാൻ അറിയാം. അങ്ങനെ പോയി അമ്മ കൊണ്ടുപോയ വഴിയിലൂടെയൊക്കെ പോയി. പെട്ടെന്ന് മുമ്പിൽ അമ്മ പറഞ്ഞ സ്ഥലമെത്തി. അവൻ്റെ മനസ്സിൽ ഓടി വന്നു, അയ്യോ അവിടെ പോകാൻ പാടില്ല, അമ്മ പറഞ്ഞിട്ടുണ്ട് പോകരുത്. പിന്നെ അവൻ ചിന്തിച്ചു, അല്ല അവിടെ പോയാലിപ്പോൾ എന്താ പറ്റുക? എന്താ ഉണ്ടായെന്നറിയാമോ? ചതുപ്പ് സ്ഥലങ്ങളുടെ പ്രത്യേകത, അവിടെ ഒരുപാട് പച്ച പുല്ലുകളുണ്ട്, അതുപോലെ മരങ്ങളുണ്ട്. ആ സ്ഥലത്ത് പോയാൽ ഒരുപാട് മധുരമുള്ളത് തിന്നാമെന്ന് വിചാരിച്ച് അവൻ ആ ചതുപ്പിലേക്ക് ഇറങ്ങി. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ്റെ കാലുകൾ ആ ചതുപ്പിൽ താണു പോയി. ഉടനെ അവൻ കരയാൻ തുടങ്ങി, അമ്മേ എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. തൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ അമ്മ കേട്ടു. വേഗം ഓടി വന്നു. നോക്കിയപ്പം കുഞ്ഞിപ്പോൾ എവിടെയാണ് കിടക്കുന്നേ? അതെ, ചതുപ്പ് സ്ഥലത്താണ് കിടക്കുന്നത്, താണു പോകുന്ന സ്ഥലത്ത്. വേഗം അമ്മ തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് തൻ്റെ തുമ്പിക്കൈ വലിഞ്ഞങ്ങ് നീട്ടി. അവനോട് പറഞ്ഞു, മോനെ അതിൽ മുറുകെ പിടിച്ചോ, അമ്മ പിടിച്ചു വലിച്ചോളാം. പക്ഷേ പല വിധത്തിൽ ശ്രമിച്ചിട്ടും തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. ഒടുവിൽ ഈ ചതുപ്പിൻ്റെ അടുത്തേക്ക് ഈ അമ്മ കടന്നു വന്ന് തൻ്റെ സർവ്വശക്തിയും എടുത്ത് ആ കുഞ്ഞിനെ മുകളിലേക്ക് കയറ്റുന്ന സമയത്ത് എന്താ സംഭവിച്ചതെന്നറിയാമോ? അമ്മ നിന്ന സ്ഥലത്ത് എൻ്റെ ബാലൻസ് തെറ്റിയിട്ട് ഈ ചതുപ്പിലേക്ക് അമ്മ വീണു. തൻ്റെ മകനെ രക്ഷിച്ചു. പക്ഷേ ആ ചതുപ്പിൽ അമ്മ പോയി തന്നെ രക്ഷിക്കാനായിട്ട് ആരുമില്ലാതെ അവിടെ നിന്ന് ആ അമ്മ ചതുപ്പിലേക്ക് താണു പോയിക്കൊണ്ടിരുന്നു. ഉടനെ ഈ കുഞ്ഞാനയ്ക്ക് ജംബോയ്ക്ക് മനസ്സിലായി, തൻ്റെ തെറ്റാണ്, താൻ അനുസരണക്കേട് കാണിച്ചതുകൊണ്ടാണ് തൻ്റെ അമ്മ തനിക്ക് വേണ്ടി ബലിയായിട്ട് തീർന്നത്. നോക്കിയ കൂട്ടുകാരെ, അനുസരണക്കേട്, നമ്മുടെ മാതാപിതാക്കൾ
നമുക്ക് തരുന്ന ഉപദേശങ്ങൾ അവരുടെ അനുഭവത്തിൽ നിന്നാണ്. നമ്മളത് അനുസരിക്കണ്ടേ? അനുസരിക്കണം. കുഞ്ഞുങ്ങളെ അനുസരിക്കണം. ഞാനും അനുസരിക്കണം. അതെ, നമ്മളെല്ലാം അനുസരിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ വലുതാണ്. അനുസരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ച വാക്യം ഓർമ്മയുണ്ടോ? എന്താ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ വെരി ഗുഡ്, മേധസ്സിനേക്കാളും നല്ലത്. നോക്കിയേ, നാം അനുസരിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി തീരണം. അതാണ് ഏറ്റവും വലുത്. ആരെയാണ് നമ്മൾ അനുസരിക്കേണ്ടത്? ദൈവത്തെ അനുസരിക്കണം, മാതാപിതാക്കളെ അനുസരിക്കണം, അധ്യാപകരെ അനുസരിക്കണം, മുതിർന്നവരെയും നാം അനുസരിക്കണം. അങ്ങനെ അനുസരണമുള്ള നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ബൈ. ഇന്നത്തെ ദൃശ്യവിഭവങ്ങൾ രുചിച്ചോ? എന്തായാലും കുഴപ്പമില്ല, അഭിപ്രായങ്ങൾ എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സ്നേഹസമാധാനത്തിന്റെ ഒരു വാരം ആശംസിച്ചുകൊണ്ട് വിട.